ഇന്നത്തെ മിനി വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചക്കൊക്കെ ചോറും കൂട്ടാനും ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ച് അടുപ്പത്താണ് ചോറ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു വിളക്കുണ്ട് കേട്ടോ. ഞാൻ ആ വിളക്കുമ്പോൾ ലൈറ്റർ കൊണ്ട് കത്തിച്ചിട്ട് പിന്നെ ഓലക്കൂടി അമ്മ വെച്ച് കൊടുക്കും. എന്നിട്ട് ഓലക്കൂടി കത്തിപ്പിടിച്ചിട്ട് പിന്നെ അടുപ്പിൽ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ ചെറിയ ചെറിയ ചുള്ളി വിറക് വെച്ചാണ്ട് അങ്ങനെയാണ് കത്തിപ്പിടിപ്പിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ വിറകൊക്കെ പെട്ടെന്ന് തന്നെ കത്തും, വലിയ കുഴപ്പമൊന്നുമില്ല. മഴയാണ് പെയ്താൽ പിന്നെ ഏത് കത്തണ വിറകും കത്താതെ ആവൂലേ. അപ്പോൾ അടുപ്പത്തിക്കാൻ മടിയേക്കാരം. പിന്നെ മക്കൾ മാങ്ങയൊക്കെ ചതച്ച് ഉപ്പും മുളകൊക്കെ തേച്ച് കൊണ്ടുവന്നിനി. അപ്പോൾ അതൊക്കെ ഒരു കഷ്ണം കഴിച്ചിട്ടോ. അങ്ങനെ ചോറിന് അരി ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അതവിടെ കിടന്നിട്ട് വേവട്ടെ. പിന്നെ കൂട്ടാൻ വെക്കാൻ കിട്ടിയിട്ടുണ്ടായിന് ചിക്കനാട്ടോ ഒന്ന് കിട്ടിയിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ചധികം ഉണ്ടായിന്. അപ്പോൾ കുറച്ച് എടുത്ത് ഫ്രിഡ്ജിൽ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇന്ന് ചിക്കൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ പരിപ്പ് വേവിക്കാൻ വെച്ച ആദ്യം, പിന്നെ കൊണ്ടുവന്ന സാമ്പാർ കഷ്ണങ്ങളൊക്കെ എടുത്ത് അപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് ഉപ്പേരി ഉണ്ടാക്കാനും. അപ്പോൾ ഞാൻ 2 പച്ചക്കായ ഉണ്ടായിന് കേട്ടോ, നല്ല അടിപൊളി പച്ചക്കായ. അപ്പോൾ അത് കണ്ടപ്പോൾ അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കരുത്, അത് ഉപ്പേരി ഉണ്ടാക്കാൻ മാറ്റി വെച്ച് ബാക്കിയുള്ളതിന് കുറേശ്ശെ ചെറിയ പീസുകൾ അങ്ങനെ ഓരോന്നും എടുത്ത് സാമ്പാറിന് കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പരിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ മസാലപ്പൊടികളൊക്കെ ഞാനൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് സാമ്പാർ പൊടി കേട്ടോ. അപ്പോൾ അതും അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സാമ്പാർ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയില്ലല്ലേ, എന്നാലും വോയിസ് കൊടുക്കുമ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ചോറൊക്കെ വെന്ത് ഊറ്റി വെച്ചു. അപ്പോൾ അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ അവിടെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ചിക്കന് പൊരിക്കാനുള്ള മസാല തേക്കാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ നാരങ്ങാനീര് അതേപോലെ കോൺഫ്ലവർ പിന്നെന്താ ചേർത്തിനത്, ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിന് കേട്ടോ. അങ്ങനെ ചിക്കനിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ചൂടാണതിൻ്റെ ആ ഒരു നേരം വെറുതെ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ പച്ചക്കായൊക്കെ അവിടെ നിന്ന് അരിഞ്ഞെടുത്തിട്ടോ. പിന്നെ ഗ്യാസുമ്മ വന്നിട്ട് പച്ചക്കായ അടുപ്പത്ത് വെച്ചു. അപ്പോൾ അതുകൊണ്ട് ഉപ്പേരിയായി. ചിക്കൻ ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേനും ഉപ്പേരി വന്നോളും. അപ്പോൾ നമ്മളെ പണി പെട്ടെന്ന് തീരും ചെയ്യും. അപ്പം ഈ ചോറും കൂട്ടാനും ഉണ്ടാക്കൽ കഴിഞ്ഞാൽ തന്നെ ഒരുവിധം പണി കഴിഞ്ഞിട്ടോ. അല്ലാതെ ഇനിയിപ്പോൾ ക്ലീനിങ്ങിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ബാബു കടയിൽ നിന്ന് വരുമ്പോൾ ചോറായിട്ടില്ലെങ്കിൽ കൂട്ടാനൊന്നും ആയിട്ടില്ലെങ്കിൽ ഗതികേടല്ലേ. അപ്പോൾ ഇതാണ് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ വേറെല്ലേ പണിക്ക് നിൽക്കലാട്ടോ. അപ്പോൾ നമ്മളെ സാമ്പാറും ഉപ്പേരിയും ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പപ്പടവും പൊരിച്ചെടുത്തു. അപ്പോൾ ഇന്നത്തെ ഊണ് കുശാലാട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇരുന്ന് ചോറൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.